ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് അമ്മമ്മേൻ്റെ 41 കേട്ടോ. അമ്മച്ചൻ 41 ഏകദേശം ഞങ്ങൾ അത്യാവശ്യം ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മമ്മേൻ്റെ പിന്നെ ഞങ്ങൾ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല, ചുരുക്കി കഴിച്ചാണ്. അമ്മമ്മേൻ്റെ അനിയത്തിമാരോടും മാത്രം 2-3 ആൾക്കാരോട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഏട്ടൻ വിളക്ക് കത്തിക്കുകയാണ്. വിളക്ക് കത്തിച്ചിട്ടാണല്ലോ, എന്തായാലും നമ്മൾ വിളക്ക് കത്തിച്ചിട്ടാണല്ലോ തുടങ്ങുക. അപ്പോൾ ഇതിൻ്റെ അമ്മയാണ്. ആ കസാരയിൽ ഇരിക്കുന്ന 2 ആൾ അമ്മമ്മേൻ്റെ അനിയത്തിമാരാണ്. അങ്ങനെ അത്യാവശ്യം ഞങ്ങൾ മാത്രമായിട്ടൊരു ചെറിയ പരിപാടി. അപ്പോഴേക്കും ഞങ്ങളിതാ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ. നിറച്ച് കൊടുക്കാനുള്ള ഒക്കെ സെറ്റാക്കി വേറെ വേറെ പാത്രത്തിലാക്കി വെക്കുകയാണ്. ഇത് ഏച്ചീൻ്റെ ഹസ്ബൻഡാണ്, ഏച്ചീൻ്റെ മോനും. അപ്പോൾ ഏട്ടൻ്റെ മോളെ കളിപ്പിക്കുകയാണ്. അതായത് ഇവിടെ ഇരിക്കുന്നത് ഏട്ടൻ്റെ വൈഫാട്ടോ. അപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ അനിയത്തി വീഡിയോ കോൾ ചെയ്ത് അവിടെ ഇല്ലാത്തവരെ കൊണ്ട്. ഇതിൻ്റെ മാമി കേട്ടോ ഗൈസ്, എൻ്റെ മൂത്ത മാമിയാണ്, അമ്മേൻ്റെ മൂത്ത ഏട്ടൻ്റെ ഭാര്യയാണ്. മാമി ഇതാ ചായ വരുന്നവർക്കൊക്കെ ചായ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഈ റൂമിൽ നിന്നാണ് കേട്ടോ നേർച്ച വെച്ച് കൊടുക്കുന്നത്. അമ്മച്ചൻ്റേതും ഇതേ റൂമിൽ തന്നെയാണ്, അമ്മമ്മേൻ്റേതും ഇതേ റൂമിൽ തന്നെ കേട്ടോ. അപ്പോൾ കട്ടിലൊന്ന് ചരിച്ച് വെക്കുകയാണ്. മാമനും ഏട്ടനും കൂടെ കട്ടിൽ ചരിച്ച് വെക്കുകയാണ്. ഇതിൻ്റെ വേറൊരു മാമനാണ്. ഇത് ഈ മാമൻ്റെ വൈഫാണ്, ഇപ്പോൾ ഞാൻ കാണിച്ച മാമൻ്റെ വൈഫാണ്. ഇതിൻ്റെ ഇളയ മാമൻ. ഇത് ഇവിടെ ഇരിക്കുന്നത് അച്ഛമ്മ, ചേച്ചിമാർ, മൂത്തമ്മമാർ ഒക്കെയാണ് ഇരിക്കുന്നത്. എൻ്റെ അച്ഛനാട്ടോ ഗൈസ്. ഇത് അച്ഛൻ അവരോട് ഇങ്ങനെ ഓരോ കഥ പറയുകയാണ്. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ആണല്ലോ എല്ലാവരെയും കണ്ടുമുട്ടുക. ഏട്ടൻ അപ്പോഴേക്കും ഇതാ ഫോട്ടോയ്ക്ക് വെക്കാനുള്ള മാല കവർന്ന് പൊട്ടിച്ച് സെറ്റാക്കി വെക്കുക കേട്ടോ. ഫോട്ടോ വെച്ച് ഇലയിലാക്കി വെച്ച് ഫോട്ടോ മാല വെക്കുകയാണ്. നിങ്ങളവിടെ എങ്ങനെയാണ് ഗൈസ്? ഞങ്ങളെവിടേക്ക് ഇങ്ങനെയാണ്, നിങ്ങളെവിടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് ഏട്ടൻ്റെ മോളാണ് കേട്ടോ ഗൈസ്. ഇവള് ചേങ്കി ജീവനാ. ഇപ്പം ഇതില്ലാണ്ട് പറ്റൂല, എങ്ങനെ അറിയില്ല, പോയി കഴിഞ്ഞാൽ ഇവളില്ലാണ്ട് ഒപ്പിക്കുക. പിന്നെ വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാണ്. ഏട്ടൻ തിരിയും കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. മാമനാട്ടോ ഗൈസ് വിളക്ക് കത്തിക്കുന്നത്. അമ്മേൻ്റെ നേരെ ഇളയ ആങ്ങളെയാണ് വിളക്ക് കത്തിക്കുന്നത്. അമ്മയ്ക്ക് ഏട്ടനും കൂടെ ഉണ്ട്. അമ്മ നടുക്കഷ്ണാണ്. അപ്പോൾ മൂത്ത മാമ മരിച്ചുപോയി. ആ മാമൻ്റെ മോനാട്ടോ ഗൈസ് അത്. അപ്പോൾ എല്ലാവരോടും അകത്തേക്ക് കയറി നിൽക്കാൻ പറയാണ്. നേർച്ച വെച്ച് കൊടുക്കാൻ ടൈമായപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറി നിൽക്കല്ലോ. അപ്പോൾ എല്ലാവരോടും അകത്തേക്ക് കയറി നിൽക്കാൻ പറയാം കേട്ടോ ഏട്ടൻ. ഇവിടെ ഞങ്ങളെവിടെയെന്ന് വെച്ചാൽ നേർച്ച എല്ലാവരും 41-ന് വെച്ച് കൊടുക്കും. എല്ലാവരും കുറച്ചേശ്ശെ എന്താണോ ഉള്ളത്, ചോറാണോ കറിയാണോ, എന്തായാലും കുറച്ചേശ്ശെ വെച്ച് കൊടുക്കും. ഈ ഫോട്ടോ കണ്ടപ്പോൾ വല്ലാത്ത ഫീലാട്ടോ ഗൈസ്, വല്ലാത്തൊരു ഫീലാണ് ഫോട്ടോ കാണുമ്പോൾ. അപ്പോൾ അത് ആ മാമൻ തന്നെ കേട്ടോ ആദ്യം വെച്ചെടുക്കുന്നത്. അങ്ങനെ എല്ലാവരും കുറച്ചേശ്ശെ ഇങ്ങനെ അധികമൊന്നും വെക്കില്ല, കുറച്ചേശ്ശെ വെക്കും. നിങ്ങളവിടെ എങ്ങനെയാണ് അതൊന്ന് പറയും കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ എല്ലാവരും കുറച്ചേശ്ശെ വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ അതാ നേരത്തെ വെച്ച് എല്ലാം മൂടി വെച്ച് അകം അടച്ച് വെക്കുക കേട്ടോ കുറച്ച് സമയത്തേക്ക്. പിന്നെ എനിക്ക് അകം തുറക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് അമ്മച്ചന് ഞങ്ങൾ കഴിച്ചപ്പോൾ നിറച്ച് കൊടുത്ത ആ ഒരു വീഡിയോ കേട്ടോ. എനിക്കുള്ള എനിക്ക് എടുത്തിട്ട് പറ്റിയില്ല. ഇതാണ് ഏട്ടൻ. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ്. അമ്മച്ചനായും ചെയ്യരുത്. ഇപ്പോൾ അമ്മച്ചൻ പോയതിനെ കൊണ്ട് ഏട്ടനാണ്. അപ്പോൾ നേരത്തെ വെച്ച് കൊടുത്ത സാധനങ്ങൾ ഇതാ എല്ലാവരും ഇരുന്ന് കഴിക്കാം കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഇതാ ഫുഡ് കഴിക്കാനുള്ള ടൈമുമായി. അപ്പോൾ പെട്ടെന്ന് പോകാനുള്ളവർക്ക്, മഴയൊക്കെ ആണല്ലോ, പോകാനുള്ളവർക്ക് വേഗം ഫുഡൊക്കെ കൊടുത്ത്. അത് അമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഭർത്താവാണ് ഗൈസ് ഇത്. അപ്പോൾ എന്താ ഞാൻ ചെയ്യുന്നത് നോക്കുക, ഫോണിൻ്റെ അകത്ത് വരാൻ കുറച്ച് ലേറ്റായി പോയി. ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോഴേക്കും ഇതാ ചേച്ചി മക്കളും മാമിയൊക്കെ കിടന്ന്. ഇത് ഞാൻ പോകുമ്പോൾ ഏട്ടൻ എടുത്ത് തരിക, എൻ്റെ വീഡിയോ എടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ പോവുകയാണ്. അമ്മ എപ്പോഴും ഞങ്ങൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇവിടേക്ക് റോഡ് സൈഡിലേക്ക് ഇങ്ങനെ വന്ന് നോക്കട്ടെ, ഞങ്ങൾ പോകുന്ന കാണാൻ. അനിയത്തി വരികയും ഓള് പോയതിനെ കൊണ്ട് പോകില്ല. അങ്ങനെ ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞ് പോവാം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെ നാട്ടിലെത്തി. നരിക്കുനി എത്തി. വലിയ മഴയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു. ഏട്ടൻ്റെ വീട്ടിലായിട്ടോ വണ്ടി വെക്കൽ. റോഡിൽ വെച്ചാൽ പിന്നെ പറയണ്ടല്ലോ, മഴ വ്യത്യാസമില്ല. വീട്ടിലെത്തി. അങ്ങനെ പിന്നെ ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.